പ്രേമല പോലെ ഒരു ഫീൽ, പക്ഷെ ഇതിനെന്തോ ഡിഫറന്റ് ആണ്. ഗിരീഷ് ഷെഡി വീണ്ടും വരുന്നു. ഇത്തവണ നെസ്ലിൻ അല്ല, നിവിൻ പോളി, കൂടെ മമിത ബൈജു. ഇന്ന് പുറത്തിറങ്ങിയ ബത്ലഹേം കുടുംബ യൂണിറ്റ് ട്രെയിലർ കണ്ടോ? ഓണത്തിൽ ഖലീഫയെ ചലഞ്ച് ചെയ്യാൻ സിനിമ റെഡിയാണെന്ന് തോന്നുന്നുണ്ടോ? പ്രേമല കഴിഞ്ഞ് ഗിരീഷ് ഷെഡി വീണ്ടും എത്തുമ്പോൾ എക്സ്പെക്ടേഷൻസ് നാച്ചുറലി ഹൈ ആണ്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം ക്ലിയർ, ഇത് പ്രേമല 2 അല്ല. സെയിം ഡയറക്ടർ, സെയിം യൂത്ത്ഫുൾ എനർജി. പക്ഷെ കഥയും ക്യാരക്ടേഴ്സും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സോണിലാണ്. ഒരു നെയ്ബർഹുഡ് സെറ്റിംഗ്, റിലേഷൻഷിപ്പ്, കോമഡി, പിന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് റൊമാൻസ്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷൻ നിവിൻ പോളി ആൻഡ് മമിത ബൈജു. നിവിൻ അവതരിപ്പിക്കുന്ന ജസ്റ്റിൻ എന്ന ഈസി ഗോയിങ് ക്യാരക്ടർ, മമിത ആഷ്ലി ആയി എത്തുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് ആണ് സിനിമയുടെ സെന്റർ. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇതൊരു ഏജ് ഗ്യാപ്പ് റൊമാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നുണ്ട്. ട്രെയിലറിന്റെ ബിഗ്ഗസ്റ്റ് പ്ലസ് എന്താണെന്ന് ചോദിച്ചാൽ അതിന് സിംപ്ലിസിറ്റി. വലിയ ആക്ഷൻ സീക്വൻസസ് ഇല്ല, മാസ് ഡയലോഗ്സ് ഇല്ല. പകരം ഒരു നാട്ടിന് പുറത്തെ നെയ്ബർഹുഡ് ഫീൽ, ഫണി സിറ്റുവേഷൻസ്, റൊമാൻസ്, ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ഒരു ഫീൽ ഗുഡ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തരാൻ ശ്രമിക്കുന്നത് പോലെയാണ് ട്രെയിലർ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം, പ്രേമലുവിലെ പല പ്രധാന ടെക്നീഷ്യൻസും വീണ്ടും ഗിരീഷ് ഷെഡിക്കൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ട്രെയിലറിൽ ആ ഗിരീഷ് ഷെഡി സിഗ്നേച്ചർ വൈബ് കാണുന്നുണ്ട്. മ്യൂസിക്, വിഷ്വൽസ്, കോമഡി ടൈമിംഗ് എല്ലാം കൂടി നോക്കുമ്പോൾ പ്രേമല ഓഡിയൻസിനെ വീണ്ടും തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ സിനിമയ്ക്കുണ്ട്. പക്ഷേ ഇനി റിയൽ ചലഞ്ച്. ഓഗസ്റ്റ് 21 ബത്ലഹേം കുടുംബ യൂണിറ്റ് തിയേറ്റേഴ്സിലെത്തും. അടുത്ത് തന്നെ പൃഥ്വിരാജിന്റെ ഖലീഫ. അതായത് ഒരു വശത്ത് മാസ് ആക്ഷൻ, മറുവശത്ത് ഫാമിലി ഫ്രണ്ട്ലി റൊമാൻസ് കോമഡി. ഓണം ഓഡിയൻസ് രണ്ടിനെയും എങ്ങനെ സ്വീകരിക്കും എന്നതാണ് ഇനി കാണേണ്ടത്. എന്റെ ഒപ്പീനിയൻ ചോദിച്ചാൽ ട്രെയിലർ കണ്ടിട്ട് ബത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു ക്ലീൻ ഓണം എന്റർടൈനർ ആകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ ഫൈനൽ വേർഡിക്ട് തിയേറ്റേഴ്സിൽ തന്നെ. ഖലീഫയാണോ ബത്ലഹേം കുടുംബ യൂണിറ്റ് ആണോ? ഓണം വിന്നർ ആരായിരിക്കും? കമന്റ് ചെയ്യൂ.